അങ്ങേയറ്റം സങ്കടകരവുമായ ഒരു സാഹചര്യമാണ് ഈ സാനക്കരയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം ഉണ്ടായത്. അത്തരമൊരു സംഭവം ഉണ്ടായപ്പോൾ സ്ഥാപന മേലധികാരി എന്ന നിലയ്ക്ക് സ്കൂളിൻ്റെ ദൈനംദിന ഭരണകാര്യങ്ങളിൽ എന്നെ സഹായിക്കുന്ന SMC, PTA മുതലായ സംവിധാനങ്ങളുടെ അമരത്തിരിക്കുന്ന ആൾക്കാരുമായി ഞാൻ ഈ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുകയും കൂടാതെ എൻ്റെ മേലധികാരികൾക്ക് ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. മറ്റൊന്ന്, തൃത്താല പോലീസ് സ്റ്റേഷനിലെ ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഇതിൻ്റെ വിവരങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ്. ഒരു മേലധികാരി എന്ന നിലയ്ക്ക് ഈ 3 കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു സർക്കാർ ജീവനക്കാരൻ എന്ന നിലയ്ക്ക് എനിക്ക് ചെയ്യാനുള്ള പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്യുകയും ബാക്കി മേലധികാരികളിൽ നിന്നും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുമുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കണമെന്നുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. RDD റിപ്പോർട്ട് തേടിയിരുന്നു. RDDക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് അസാധാരണമായ ഒരു പ്രതികരണമാണ് കുട്ടിയിൽ നിന്നുണ്ടായത്. ഈ കുട്ടിയെ എല്ലായ്പ്പോഴും ചേർത്ത് പിടിക്കുന്ന ഒരാളാണ് ഞാൻ. കുട്ടി ഇവിടെ ചേർന്ന ദിവസം ഈ കുട്ടിയെ ഞാൻ ക്ലാസ് ടീച്ചറെ കൊണ്ട് ഏൽപ്പിച്ചത്, ഇങ്ങനെ ഒരു കുട്ടി വന്നിട്ടുണ്ട്, ആ കുട്ടിയെ കാരണം ആ കുട്ടിയിൽ ചെറിയ സ്വഭാവ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ഒരു കുട്ടി എന്ന നിലയ്ക്ക് അപ്പം ഞാൻ ക്ലാസ് ടീച്ചറെ അങ്ങനെയാണ് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എപ്പോഴും നമ്മൾ ആ കുട്ടിയുടെ നല്ല സ്വഭാവം ഉണ്ടാകാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. വല്ലാത്തൊരു പ്രകടനം കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അധ്യാപകൻ എന്നോട് കുട്ടിക്കാരൻ സംസാരിക്കുന്നത് കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അധ്യാപകന് ഇത് ഇങ്ങനെ എന്താ കുട്ടി എന്നുള്ളത് അറിയാൻ വേണ്ടി മാത്രം ഒരു വീഡിയോ എടുക്കുക. ഞാൻ ആ വീഡിയോ പിന്നെ എൻ്റെ SMC ചെയർമാനോടും PTA പ്രസിഡന്റിനോട് പറഞ്ഞു. ഇവർ രണ്ടാളും മാത്രമല്ല, PTA പ്രസിഡന്റിനെ കാണിച്ചിട്ട് SMC ചെയർമാനെ മാത്രം കാണിച്ചു. SMC ചെയർമാൻ പറഞ്ഞു, ഈ കുട്ടിയുടെ രക്ഷിതാവ് അച്ഛൻ വിദേശത്താണ്, അദ്ദേഹം SMC ചെയർമാൻ്റെ സുഹൃത്താണ്, അദ്ദേഹത്തോട് പറയാം, ഈ വിവരങ്ങളൊക്കെ പറയാം, ഒരു തെളിവല്ല, അദ്ദേഹം കാണട്ടെ എന്നിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ അതുകൊണ്ടാണ് SMC ചെയർമാനും കൊടുത്തത്. അതോടൊപ്പം തൃത്താല പോലീസ് സ്റ്റേഷൻ 2 സ്ഥലത്തേക്ക് മാത്രമാണ് ഈ വീഡിയോ സ്കൂളിൽ നിന്ന് പോയി. അത് കറക്റ്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ കുട്ടിയുടെ രക്ഷിതാവ് ദേഷ്യപ്പെട്ടുകൊണ്ട് കുട്ടിയുടെ അമ്മയ്ക്ക്, വിദേശത്തുള്ള രക്ഷിതാവ് അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. ബാക്കി എനിക്ക് ഉറപ്പില്ലാത്ത സംഭവങ്ങൾ ഞാൻ പറയുന്നത് ശരിയല്ല. അതാവുന്ന സ്കൂളിൽ നിന്നല്ല, ഇത് ആരെങ്കിലും കാണിക്കണമെന്നോ. ഞാൻ സത്യം പറഞ്ഞാൽ ആഗ്രഹിച്ചത് കുട്ടി പേഷ്യൻ്റ് ആയി കഴിഞ്ഞാൽ, ഒന്ന് സമാധാനമായി കഴിഞ്ഞാൽ, ശാന്തനായി കഴിഞ്ഞാൽ അടുത്ത ദിവസം വരുമ്പോൾ ആ കുട്ടിയെ തന്നെ കാണിക്കുക, രക്ഷിതാവിനെ തന്നെ കാണിക്കുക. കാരണം അങ്ങനെയാണ് പിന്നെ ആ കുട്ടിയെ, ഒരു പ്രത്യേക സ്വഭാവക്കാരനായ കുട്ടിയെ മെച്ചപ്പെടുത്തിയെടുക്കുക. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെങ്കിലും നന്നാക്കി എടുക്കാൻ കഴിഞ്ഞാൽ അതാണ് അധ്യാപകന്റെ പുണ്യം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതിനുവേണ്ടിയാണ് ശ്രമിച്ചിട്ടുള്ളത്. ആ സമയത്ത് അവൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു. ഫോൺ തരില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ഫോൺ തരണമെങ്കിൽ രക്ഷിതാവ് വരണം. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ആ സമയത്ത് അവൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ക്ലാസ് ടീച്ചറെ വിളിച്ച് പറഞ്ഞിരിക്കുന്നു, മാപ്പ് പ്രിൻസിപ്പലോട് അങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി, ഞാൻ ചെയ്തത് തെറ്റാണ്, മാപ്പ് പറയാൻ തയ്യാറാണ്. പിന്നെ പോലീസ് സ്റ്റേഷനിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കുട്ടിയെങ്കിലും അവൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞാൽ അതാണ് വലിയ കാര്യമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി കൗൺസിലിങ്ങിന് അവനെ വിടുന്നതിനും 2 ദിവസം ഈ മറ്റു കുട്ടികളുടെ കുറിച്ചോട്ടം അവനെ രക്ഷിക്കുന്നതിന് വേണ്ടി തൽക്കാലം അവൻ വീട്ടിലിരിക്കുക. നമ്മൾ മാറ്റി നിർത്തിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഉണ്ടല്ലോ, അപ്പോൾ അവനും വിഷമം ഉണ്ടാവും, ഇത് പ്രചരിച്ചതിൻ്റെയൊക്കെ വിഷമം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് അവിടെ നിൽക്കും നമ്മൾ പിന്നെ കുട്ടിയെ സ്വഭാവത്തിലുള്ള ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അതിലേക്ക് പോകാനാണ് നമ്മൾ തീരുമാനിച്ചത്. അതെ, വീഡിയോ പ്രചരിപ്പിച്ചതിൽ പിന്നെ സ്ഥാപനത്തിനോ സ്ഥാപനമധികാരിനോ എനിക്കോ എൻ്റെ അധ്യാപകർക്കോ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്കോ യാതൊരു പങ്കുമില്ല. നമ്മൾ ആരും ചെയ്തിട്ടില്ല. മറ്റു കുട്ടികളെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ വിളിച്ചു വെക്കും, രക്ഷിതാവിനെ വിളിച്ചു വരുത്തും, രക്ഷിതാവിനോട് വിവരം പറയും, എന്നിട്ട് കൊടുക്കും. ഞാൻ ചെയ്യാം. ഇന്നത്തെ യോഗത്തിന്റെ ഒരു തീരുമാനമാണ് യോഗത്തിൽ ഈ കുട്ടിയെ കറക്റ്റ് ചെയ്യാൻ ആവശ്യമായ എന്തൊക്കെ മെഷേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന്, വിദഗ്ധ ചികിത്സയാണോ വേറെ എന്തെങ്കിലും കൗൺസിലിംഗ് ആണോ, അതൊക്കെ കൊടുത്തിട്ട് ആ കുട്ടിയെ വീണ്ടും നമ്മുടെ ഭാഗമാക്കാൻ ശ്രമിക്കണം എന്നാണ് PTA എക്സിക്യൂട്ടീവുകളിൽ ഭൂരിഭാഗം പേരും. ഇതിനെ സംബന്ധിച്ച് ഇന്നാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. ഇന്ന് കൊടുത്തത്.
എന്താണ് സംഭവിച്ചത് എന്നാണ് മൊത്തം കാര്യങ്ങൾ പറഞ്ഞത്. അതോടൊപ്പം ഇത് ചൊരാൻ എങ്ങനെയാ ചോർന്നു എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയില്ല ഇപ്പോഴും. ഞങ്ങളുടെ കയ്യിൽ നിന്നല്ല 100% ഉറപ്പാണ്. അത് എനിക്ക് പറയാൻ അറിയില്ല. കുട്ടിയുടെ അമ്മയ്ക്കാണല്ലോ ഇത് കിട്ടിയിട്ടുള്ളത്, എന്താ ഉണ്ടായെന്ന് അറിയില്ല. അപ്പൊ കുട്ടി പിന്നെ ഒരു വെറും ക്രിമിനൽ എന്ന് സമൂഹം കാണുന്നതിനോട് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. സ്വഭാവ പ്രശ്നങ്ങളുണ്ട്, കറക്റ്റ് ചെയ്യലാണ് ഒരു സ്ഥാപനത്തിന്റെ ഒരു സ്ഥാപന മേലധികാരികളുടെയും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട കടമ. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.